അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമല്ലേ? ഇന്ന് ലഹരി വിരുദ്ധ ദിനമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ലഹരിക്കെതിരെ പോരാടാനുള്ള പ്രതിജ്ഞ എടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിയാണ് കേട്ടോ. എല്ലാ മക്കളും കോളേജിൽ പോകുന്നതാണേലും സ്കൂളിൽ പോകുന്നതാണേലും ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും ഒക്കെ ഇപ്പം മക്കളെല്ലാം ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അത് എന്താ സാധനം എന്ന് അവർക്കറിയാതെയാണ് അവരതിലേക്ക് ചെന്ന് പെടുന്നത്. പെട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തിരിച്ച് പോരണം എന്നറിയാതെ കടന്ന് കഷ്ടപ്പെടുകയാണ് മക്കൾ. അപ്പോൾ അങ്ങനെയുള്ള മക്കളോട് നമുക്ക് പറയാനുള്ളത്, അങ്ങനെയല്ല എല്ലാ മക്കളോടും നമുക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ലഹരിയുടെ പുറകെ പോകരുത്. ആരെന്ത് പറഞ്ഞ് എന്തൊക്കെ പ്രലോഭനം തന്ന് നിങ്ങളെ ലഹരിക്ക് ഇതിലാക്കാൻ കൂട്ടിയാലും നിങ്ങൾ പോകരുത്. കാരണം നമ്മുടെ ലഹരി നമ്മുടെ ജീവിതം തന്നെയായിരിക്കണം, നമ്മുടെ ജീവിത വിജയമായിരിക്കണം. അച്ഛനെയും അമ്മേനെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വയം തൊഴിൽ കണ്ടുപിടിച്ച് സ്വന്തം വരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോകാനുള്ളൊരു പ്രവണത മക്കളിൽ കണ്ടുവരണം. ആ ഒരു ശീലം മക്കൾ പഠിക്കണം. അങ്ങനെ സ്വന്തം അധ്വാനിച്ച് സ്വന്തം പൈസ ഉണ്ടാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. അതാവണം നമ്മുടെ ലഹരി കേട്ടോ. അല്ലാതെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, മയക്കുമരുന്ന്, കഞ്ചാവ്, മദ്യം അതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് അതാണ് നമ്മുടെ ജീവിതം, അതാണ് സന്തോഷം എന്ന് വിചാരിച്ച് ഒരിക്കലും നടക്കരുത്. അത് നമുക്ക് എന്താ പറയുക, ഒരു സന്തോഷവും തരില്ല. ആ കഴിക്കുന്ന സമയത്തുള്ള ഇച്ചിരി ഒരു സമയത്തുള്ള സന്തോഷം മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ ഏറെ ദുഃഖമാണ് നമുക്ക് തരിക. നമ്മുടെ കുടുംബം, നമ്മുടെ ഫാമിലി എല്ലാവരും അതിൻ്റെ കാരണത്താൽ വിഷമിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് അങ്ങനത്തെ ലഹരിയിൽ പോയി ചാടാതെ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു ലഹരിയാക്കി നിങ്ങൾ നല്ല നല്ല സ്വപ്നങ്ങൾ കാണുക, ഉയർന്നു പറക്കാനുള്ള സ്വപ്നങ്ങൾ കാണുക. വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടാലേ നമുക്ക് ചെറുതിലെങ്കിലും എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല സ്വപ്നങ്ങൾ കണ്ട് ജീവിത വിജയം കൈവരിക്കട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ.